സോ ഹലോ ഗായ്സ്, ഡ്രാഗൺ ഗെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ കളിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കാററ്റ് സ്ട്രീറ്റ് ആണ്. അപ്പം നമ്മുടെ ഈ കാററ്റ് സ്ട്രീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്ന എടുത്ത് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് 1.2 GB ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അകത്ത് കയറിയതിന് ശേഷം നമുക്കൊരു 2 GB ഇത് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. മൊത്തം ഒരു 3.5 GB ഇതിൻ്റെ സൈസ് വരുന്നുണ്ട്. ഇതിപ്പം എൻ്റെ ഒരു ഹൈ എൻഡ് ഡിവൈസാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. മോട്ടോ G34 5G സ്നാപ്ഡ്രാഗൺ 695 8 GB RAM 128 GB RAM സ്റ്റോറേജ് ആയതുകൊണ്ട് കാററ്റ് സ്ട്രീറ്റ് ഇതിൽ നൈസിനെ സപ്പോർട്ട് ചെയ്തു. വലിയ കുഴപ്പമൊക്കെയുള്ളതിൽ നമുക്ക് കളിക്കാനും പറ്റും. ഞാൻ കളിച്ച് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഫുള്ളി ഓപ്പൺ വേൾഡ് ആയിട്ടുള്ളൊരു ഗെയിമല്ലേ, നമുക്ക് എന്തായാലും ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം തന്നെ നമുക്ക് ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കാററ്റിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം കമ്പ്യൂട്ടറിലുള്ളൊരു ഗെയിമായിരുന്നു. മനസ്സിലായോ? കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ PS5 അങ്ങനെയുള്ള സാധനം കൺസോളിലൊക്കെ ഉള്ളൊരു ഗെയിമായിരുന്നു. അതാണ് ഇപ്പം നമ്മുടെ മൊബൈലിലോട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം കൺസോള് കമ്പ്യൂട്ടർ എന്ന് പറയാൻ നേരത്ത് നമുക്ക് നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിം തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകളൊക്കെ തന്നെ ആയിരിക്കും കമ്പ്യൂട്ടറിനകത്തും കൺസോളിനകത്തൊക്കെ റിലീസാവുക. അപ്പോൾ അത് തന്നെ അപ്പം കമ്പ്യൂട്ടറിനും കൺസോളിലൊക്കെ ഉള്ള അതേ ഗ്രാഫിക്സ് തന്നെ നമ്മുടെ മൊബൈലിലും കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മൊബൈൽ ഇച്ചിരി നല്ലതായതുകൊണ്ട് എനിക്ക് കാററ്റ് സ്ട്രീറ്റൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, കളിക്കാനും ഒക്കെ സാധിക്കുന്നു. അതുതന്നെ എനിക്ക് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് എനിക്കൊന്നും പറയാനില്ല, അത്രത്തോളം നല്ല ഗ്രാഫിക്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെന്തായാലും ഒരു ബിഗ് താങ്ക്സ് തന്നെ അവരുടെ ആ കമ്പനിക്ക് ഞാൻ പറയുന്നു. അടുത്തെന്ന് പറയുന്നത് കൺട്രോൾസിൻ്റെ കാര്യങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, കൺട്രോൾസ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാർ ഗെയിംസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കൺട്രോൾസൊക്കെ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഗ്ലാസ് പോലുള്ള ഇതല്ല. ചിലതെന്ന് പറയുന്നത് ചില കാർ ഗെയിംസ് എന്ന് പറയുന്നത് ബ്ലാക്ക് കൺട്രോൾസ് ആയിരിക്കും, ഇത് ബ്ലാക്ക് കളറുള്ള കൺട്രോൾസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വ്യൂ നമ്മൾ ആ സ്ക്രീനിൽ കിട്ടത്തില്ല. പക്ഷേ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫുൾ വ്യൂ സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊരു നല്ല കാര്യം തന്നെയാണ്. കൺട്രോൾസും എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന നേരത്ത് ഇതെല്ലാ മൊബൈലിലും സപ്പോർട്ടാവുന്നില്ല, ലോ എൻഡ് ഡിവൈസിൽ സപ്പോർട്ടാവുന്നില്ല എന്നുള്ളൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. അതിന് ഡിസഡ്വാൻറ്റേജ് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് മിക്കവർക്കും ഇപ്പോൾ 4 GB RAM 6 GB RAM ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാനാണ് കേസ്, ലോ എൻഡ് ഡിവൈസ് ഉള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പുതിയ മൊബൈൽ എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോ എൻഡ് ഡിവൈസിൽ നിന്ന് സപ്പോർട്ട് പോലും ആവുന്നില്ല, ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്രത്തോളം ലാഗും കാര്യങ്ങളൊക്കെ ലോ എൻഡ് ഡിവൈസിൽ വരുന്നുണ്ട്. മാത്രമല്ല ചില ലോ എൻഡ് ഡിവൈസുകളിൽ പ്ലേ സ്റ്റോറിൽ പോലും ഈ ഒരു ഗെയിം കാണിക്കുന്ന പോലും ഇല്ല. അത്രത്തോളം വലിയൊരു സൈസ് ഗെയിമാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മാത്രമല്ല ചില മീഡിയം എൻഡ് ഡിവൈസുകളിലും ഇത് സപ്പോർട്ട് ആവുന്നില്ല. ഓക്കെ, ചില മീഡിയം എൻഡ് ഡിവൈസുകളിലും ഇത് സപ്പോർട്ട് ആവുന്നില്ല. എന്തുകൊണ്ടോ അതിൻ്റെ പ്രോസസ്സർ പണിലായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം, അതിനകത്ത് പോലും ഇത് സപ്പോർട്ട് ആവുന്നില്ല. മനസ്സിലായോ? അപ്പം അവരെന്തായാലും ഇത്രത്തോളം നമ്മൾ കുറേ ആഗ്രഹിച്ചാണ് ഈ ഒരു ഗെയിമാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു കൺസോളിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് വരാനാണ് നമ്മൾ ഇഷ്ടം പോലെ കൊതിച്ചാണ്. അതുകൊണ്ട് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അടുത്ത് നമ്മൾ കൺട്രോൾസിനെ പറ്റി പറഞ്ഞു, ഗ്രാഫിക്സിനെ പറ്റി പറഞ്ഞു. അടുത്ത സൈസിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു, ഇന്നലെ ഒരു പ്രാവശ്യം പറയാൻ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3.5 GB ആണ്. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് വരുന്നൊരു കിടിലൻ ഗെയിം തന്നെയാണ് കേട്ടോ. ഇത് ഓഫ്ലൈൻ അല്ല, കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. ഓക്കെ, അടുത്ത് നമുക്ക് എന്താ പറയാനുള്ളത്, ഗ്രാഫിക്സിനെ പറ്റി പറഞ്ഞു, കൺട്രോൾസിനെ പറ്റി പറഞ്ഞു, സൈസിനെ പറ്റി പറഞ്ഞു. അടുത്ത ഇതിൻ്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക സൗണ്ടാണ്. മനസ്സിലായോ? നമ്മളൊരു എന്താണ് കേസ്, നമ്മൾ റിയൽ ആയിട്ടുള്ളൊരു കാർ ഓട്ടിക്കുന്ന പോലുള്ളൊരു ഫീൽ നമുക്കവിടെ എന്ത് ചെയ്യും കേസ് കിട്ടും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു സൗണ്ട് മേക്കിംഗ്. അത്രത്തോളം എഫേർട്ട് എടുത്താണ് അവർ സൗണ്ട് മേക്ക് ചെയ്തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരു റിയൽ ആയിട്ടൊരു കാർ ഓട്ടിക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ കാർ ഓട്ടിക്കുന്ന പോലൊരു ഫീൽ നമുക്കവിടെ കിട്ടുന്നുണ്ട് കേസ്. ഓക്കെ, അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല നല്ല രീതിക്കുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് സൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ പറയാനുള്ളത്. അടുത്ത ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇത് നമുക്ക് റേസിങ് കളിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ വേൾഡ് പോവാം. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, പല കാര്യങ്ങളും, പല മിഷൻസും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് കേസ്. നമ്മുടെ ഈ കാററ്റ് സ്ട്രീറ്റിനകത്തുണ്ട്. ഇഷ്ടംപോലെ പേര് കൊതിച്ച് നിന്നൊരു ഗെയിം തന്നെയാണ് കേസോ കാററ്റ് സ്ട്രീറ്റ്. പക്ഷേ ഞാൻ വീഡിയോ ഇടാൻ ഇത്തിരി വൈകിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കണമായിരുന്നു. ഓക്കെ, അതെന്നെ സംഭവം. ഇത് പെട്രോൾ പമ്പ് ആട്ടോ, പെട്രോൾ പമ്പ്. ചെറിയ മൂക്കടപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ജസ്റ്റ് ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് കുറച്ച് പെട്രോൾ അടിച്ചാലോ കേസ്. കുറച്ച് പെട്രോൾ അടിക്കാം. ഗ്യാസ് സ്റ്റേഷനിൽ പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ നേരെ പോകാനാണ് പറയുന്നത്, എനിക്കറിയത്തില്ല.
ഓക്കെ, നമ്മൾ നേരെ അവർ പറഞ്ഞ പോലെ തന്നെ പോവുകയാണ്. ഞാനിത് കയറ്റി കളിച്ചു നോക്കി. ആദ്യം ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല സ്മൂത്തിൽ തന്നെ എൻ്റെ ഗെയിം കളിക്കാനായിട്ട് സാധിച്ചു. നമ്മൾ ഇതിൽ കയറുന്ന സമയത്ത് നമുക്ക് നാല് ഏതെങ്കിലും ഒരു കാർ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അതിൽ ഒരു കാറാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാർ ഞാൻ എടുത്തതാണ്. പക്ഷേ ഒരു കറുത്ത വണ്ടി ഉണ്ടായിരുന്നു, പവർ കൂടിയേ. പക്ഷേ അതിന് ലുക്കില്ല, പക്ഷേ പവർ അതിനായിരുന്നു. പക്ഷേ ഇതിന് ലുക്കുണ്ട്, പവർ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇതെടുത്തു ഗൈസ്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഏത് ഗെയിം പറഞ്ഞാലും ഞാൻ ഗെയിം പ്ലേ ഇടുന്നതായിരിക്കും ഗൈസ്. ഈ ഫുട്ബോളോ EFCയുടെയൊക്കെ ഗെയിം പ്ലേ ഇട്ടാണ്. ഈ ഫുട്ബോളിൻ്റെ ഗെയിം പ്ലേ ഇട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇത് ഇടാത്തത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഞാൻ ഇട്ട് തരാം. പക്ഷേ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ നല്ല ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു ഗെയിമിന് നല്ല ഗ്രാഫിക്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഓഫുള്ളൂ. ഇപ്പോൾ ഇടിച്ച് തെറിച്ചാണ് കേട്ടോ. ആ ഒരു ഇടിക്കുന്ന സമയത്തുള്ള ആ ഒരു തീപ്പൊരിയൊക്കെ തെറിക്കുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇടിക്കുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണോ എന്തോ. ഒരു കാറും കൂടെ വന്നായിരുന്നെങ്കിൽ നമുക്ക് ഒരു കാറിനെ കൂടെ ഇടിക്കരുത്. കണ്ട 2 കാറിനെ ഇടിച്ച് നശിപ്പിച്ചവരുതേ കണ്ടോ യെസ്. ഒരു മനസുഖം, അത്രേ ഉള്ളൂ, ഒരു മനസുഖം ഉണ്ടോ യെസ്. നമുക്കിനി മര്യാദയ്ക്ക് ഒട്ടിക്കാം യെസ്. നമ്മൾ മര്യാദയ്ക്ക് ഒട്ടിക്കാൻ പോവാണ്. മര്യാദയ്ക്ക് ആരെയും ശല്യപ്പെടുത്താതെ നമ്മൾ മര്യാദയ്ക്ക് ഒട്ടിക്കാൻ പോവാണ്. എൻ്റെ പ്രോ ഡ്രൈവിങ് നിങ്ങൾ കാണാതിരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. കണ്ട നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് നൈസിന് തന്നെ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയാൻ പോലും പറ്റത്തില്ല. അത്രയും ഒന്നിനും കൊള്ളാത്ത പ്രോ ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്രോ ഡ്രൈവിംഗിൻ്റെ കമൻറ്റ്സിലേക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക ഗൈസ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതിൻ്റെ പാർട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, ഇനിത്തോട്ട് കേസ് ഞാൻ ഗെയിം പ്ലേസും റിവ്യൂസും അതുപോലെ തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് 5 ഗെയിംസിൻ്റെ ഗെയിം പ്ലേസ് വിടുന്നതായിരിക്കും. ടോപ്പ് 5 ഗെയിംസ് ആൾക്കാർക്ക് ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ആ ഒരു സീരീസ്. ഓക്കെ, ഇങ്ങനെ പോവാം ഗെയ്സ്. പക്ഷേ ഈ ഒരു ഗെയിം ആദ്യം വന്ന സമയത്തുണ്ടല്ലോ ഗെയ്സ്, ഈ ഒരു ഗെയിം ആദ്യം നമ്മുടെ മൊബൈലിലേക്ക് വന്ന സമയത്തുണ്ടല്ലോ, ഹൈ എൻഡ് ഡിവൈസിൽ പോലും ഇത് സപ്പോർട്ട് ആവുന്നില്ലായിരുന്നു. ഓക്കെ, ചില കൊച്ചു ഡിവൈസുകളിൽ മാത്രമേ ഇത് സപ്പോർട്ട് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അത്രേ ഉള്ളൂ, ആവുന്നുണ്ടായിരുന്നുള്ളൂ. ലോ എൻഡ് ഡിവൈസ് സപ്പോർട്ട് ആവുന്നില്ല, മീഡിയം എൻഡ് ഡിവൈസിൽ സപ്പോർട്ട് ആവുന്നില്ല. ചില ഹൈ എൻഡ് ഡിവൈസിൽ മാത്രമേ ഈ കാർ സ്ട്രീറ്റ് സപ്പോർട്ട് ആവുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂസ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒപ്റ്റിമൈസേഷൻ ഇഷ്യൂസ് എല്ലാം അവർ മാറ്റിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം എല്ലാ മൊബൈലുകളിലും ഇത് ഒപ്റ്റിമൈസ്ഡ് ആണ്. ചില മൊബൈലിൽ ആരുടെയെങ്കിലും മൊബൈൽ ഇത് ഒപ്റ്റിമൈസ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഗൈസ്, ലോ എൻഡ് ഡിവൈസിൻ്റെ കാര്യമല്ല പറയുന്നത്, ഹൈ എൻഡ് ഡിവൈസുകൾ എന്നുണ്ടെങ്കിൽ മീഡിയം എൻഡ് ഡിവൈസുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മീഡിയം എൻഡ് ഡിവൈസിലോ ഹൈ എൻഡ് ഡിവൈസിലോ ഏതെങ്കിലും ഡിവൈസിൽ ഇത് ഒപ്റ്റിമൈസ്ഡ് അല്ല, ഇത് നിങ്ങൾക്ക് സപ്പോർട്ട് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ ഓർത്തോ, അപ്പോഴേ നിങ്ങളുടെ പ്രോസസ്സർ വേറും ഒന്നിനും കൊള്ളാത്ത പ്രോസസ്സറാണ്, നിങ്ങൾ അപ്പോഴേ ഉറപ്പിച്ചോ. ഞാൻ നിങ്ങളോടെങ്കിൽ നല്ല പ്രോസസ്സറുകളുടെ പേര് പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറുകളാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം അത്രത്തോളം അതൊക്കെയാണ് ഏറ്റവും നല്ല പ്രോസസ്സറുകളൊക്കെ. അപ്പം